നമസ്കാരം, സ്വാഗതം നിലപാടിലേക്ക്. 10 വർഷത്തെ മോദി ഭരണം ഇന്ത്യയെ വിശ്വഗുരുവാക്കി മാറ്റിയെന്നാണ് BJPയുടെയും നരേന്ദ്രമോദി ഭക്തസംഘത്തിൻ്റെയും പ്രചാരണം. ലോകത്ത് സകല വിഷയങ്ങളിലും ഇന്ത്യക്ക് ഒരു റോളുണ്ടെന്നും യുദ്ധങ്ങൾ പോലും അവസാനിപ്പിക്കാൻ കഴിയും വിധം ഇന്ത്യ ഒരു ആഗോള ശക്തിയായി മാറിയെന്നും അത് സാധ്യമാക്കിയത് മോദിയാണെന്നും അവർ അവകാശപ്പെടുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് യുക്രൈൻ യുദ്ധം സ്റ്റോപ്പ് ചെയ്യിച്ച മോദിയുടെ മികവ് വാഴ്ത്തുന്ന പരസ്യം BJP നാടാകെ ഓടിച്ചത് നാം കണ്ടതാണ്. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായ അമേരിക്കയുടെ ഏറ്റവും ഉറ്റ തോഴൻ അത് മോദിയാണെന്നും മോദിയെ പരിഗണിക്കാതെ അമേരിക്കയ്ക്ക് ചലിക്കാനാകില്ലെന്നും അവർ പറഞ്ഞു പരത്തി. നയതന്ത്ര ബന്ധത്തിനപ്പുറമുള്ള വ്യക്തിബന്ധത്തിൽ അധിഷ്ഠിതമാണ് മോദിയും അമേരിക്കൻ പ്രസിഡന്റും തമ്മിലുള്ള അടുപ്പമെന്ന് നമോ സംഘം നമ്മോട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരുന്നു. പാകിസ്ഥാനും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനയ്ക്കും ശക്തിമത്തായ ഒരു ബദൽ മോദി സൃഷ്ടിച്ചെടുത്തുകൊണ്ടിരിക്കുന്നു എന്നായിരുന്നു BJP നേതാക്കളുടെയും IT സെല്ലിൻ്റെയും എല്ലാം അവകാശവാദം. നോക്കൂ, മോദി ഭരണം 11 വർഷം പിന്നിടുന്നു. അന്താരാഷ്ട്ര രംഗത്ത് വലിയ കലങ്ങി മറിച്ചിലുകൾ കാണുന്ന കാലമാണ് ഇത്. താരിഫ് യുദ്ധത്തിലൂടെ ലോകക്രമത്തെ തന്നെ തകിടം മറിക്കാനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ ഭ്രാന്തൻ ഇടപെടലുകളാണ് തുടരെ നാം കാണുന്നത്, അല്ലെങ്കിൽ അനുഭവിക്കുന്നത്. നമ്മുടെ സർക്കാരിന് സവിശേഷമായ എന്തെങ്കിലും മികവുകൾ അവകാശപ്പെടാനുണ്ടെങ്കിൽ അത് ലോകവേദികയിൽ പ്രകടമാക്കേണ്ട സമയമാണ് ഇത്. നമ്മുടെ മോദി എന്തു ചെയ്യുന്നു? 50% തീരുവയിലൂടെ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയുടെ നട്ടലൊടിച്ച ട്രംപിൻ്റെ തീരുമാനത്തിന് നമുക്ക് എന്ത് ബദലുണ്ടാക്കാൻ, പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞു? അമേരിക്കയെ നയതന്ത്ര സമ്മർദ്ദത്തിലൂടെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരാൻ മോദി പവറിന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടുണ്ടോ? യുക്രൈൻ യുദ്ധത്തിന് ശേഷം ഉപരോധത്തിലായ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ വാങ്ങുന്നു എന്നതാണ് ഇന്ത്യക്കെതിരായ അമേരിക്കൻ കലിക്ക് കാരണങ്ങളിൽ ഒന്ന്. നമ്മൾ എവിടെ നിന്ന് ഇന്ധനം വാങ്ങണമെന്ന് തീരുമാനിക്കേണ്ടത് അമേരിക്കയല്ലല്ലോ. പൗരൻ്റെ നേട്ടത്തിനായുള്ള ഏത് നയപരമായ തീരുമാനവും എടുക്കാനുള്ള അവകാശം നമ്മുടെ സർക്കാരിനുണ്ട്. പക്ഷേ ഒരു ചോദ്യം, റഷ്യയിൽ നിന്ന് കഴിഞ്ഞ 3 വർഷമായി നാം കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കൂട്ടുന്ന എണ്ണയുടെ ശരിയായ ഗുണഭോക്താവ് ഇന്ത്യയിലെ ജനങ്ങളാണോ? അമേരിക്കൻ പ്രശ്നത്തെ മറികടക്കാൻ ചൈനയുമായി ബന്ധത്തിന് പുറപ്പെട്ടിരിക്കുന്നു പ്രധാനമന്ത്രി മോദി ഇപ്പോൾ. ഇക്കാലം അത്രയും രാഷ്ട്രീയമായും സൈദ്ധാന്തികമായും എല്ലാം എതിർത്തു പോന്നിരുന്ന ചൈന ഇപ്പോൾ വലിയ സുഹൃത്തായി മാറുന്നതിലെ കൗതുകം അവിടെയുണ്ട്. അത് പോട്ടെ, ചൈനയുമായുള്ള ഈ ബന്ധം അമേരിക്കയിൽ നിന്നേറ്റ പരിക്ക് പരിഹരിക്കുമോ? മോദി സംഘം ഇതുവരെ പാടി നടന്നതെല്ലാം പാഴായി പോകുന്ന ഈ സന്ദർഭത്തിൽ നാം ഇന്ത്യക്കാർ അനുഭവിക്കുന്ന കെടുതികൾ എന്തെല്ലാമാണ്? അമേരിക്ക ഇന്ത്യക്കെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന അധിക തീരുവയിൽ പരിഹാരമെന്ത് എന്ന് ഇനിയും വ്യക്തമാക്കിയിട്ടില്ല മോദി ഭരണകൂടം. ഈ വർഷം ഏപ്രിൽ 2 ലിബറേഷൻ ഡേ എന്ന് വിശേഷിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് 26% റെസിപ്രോക്കൽ തീരുവ പ്രഖ്യാപിച്ചു. തുടർന്ന് ഈ വർഷം ഓഗസ്റ്റ് 27-ന് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെതിരെ 25% അധിക പെനാൽറ്റി തീരുവ കൂടി ഏർപ്പെടുത്തി. ഇത് മൊത്തം തീരുവ 50%-ന് മേലേക്ക് ഉയർത്തി. ഇന്ത്യ അമേരിക്ക വ്യാപാര ബന്ധങ്ങളിൽ ഈ തീരുവ വലിയ ആഘാതം തന്നെ സൃഷ്ടിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ വാർഷിക കയറ്റുമതി $86.5 ബില്യൺ. അതിൽ 66%-യും ബാധിക്കുന്നതാണ് അമേരിക്കയുടെ ഈ പുതിയ തീരുവ നയം. ഫാർമസ്യൂട്ടിക്കൽസ്, സെമി കണ്ടക്ടറുകൾ, എനർജി, ക്രൂഡ് ഓയിൽ, പ്രകൃതിവാതകം, ക്രിട്ടിക്കൽ മിനറൽസ് ഇവയൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ തൊഴിലാശ്രിതത്വവും വ്യവസായ പ്രധാനവുമായ മേഖലകൾ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടുകയാണ്, അല്ലെങ്കിൽ നേരിടാൻ പോവുകയാണ്. ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ വ്യവസായം $177 ബില്യൺ. ഇതിൽ $11 ബില്യണോളം ഇടപാടുകൾ അമേരിക്കയുമായിട്ടാണ്. പുതിയ തീരുവ നയം ഇന്ത്യൻ വസ്ത്രങ്ങളുടെ വിലയിൽ അമേരിക്കയിൽ 30%-ലധികം വർധനയുണ്ടാക്കുകയാണ്.
ഇത് വിയറ്റ്നാം, ബംഗ്ലാദേശ്, കംബോഡിയ എന്നീ രാജ്യങ്ങളുമായുള്ള നമ്മുടെ മത്സരക്ഷമത കുറച്ചു കൊണ്ടുവരുന്നു. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടുത്തെ ടെക്സ്റ്റൈൽ മേഖല വലിയ നഷ്ടം നേരിടുകയും കമ്പനികൾ ഉൽപ്പാദനം കുറയ്ക്കാൻ നിർബന്ധിതരാവുകയും അത് വലിയ തൊഴിൽ നഷ്ടത്തിന് കാരണമാവുകയും ചെയ്യുന്നു. ഇതിനകം തന്നെ അതിൻ്റെ പ്രതിഫലനം പലയിടത്തും കാണാം. തിരുപ്പൂർ, ഡൽഹി, ബാംഗ്ലൂർ തുടങ്ങിയ ഹബ്ബുകളിൽ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയെ ഭയന്നാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഗ്ലോബൽ ട്രേഡ് റിസർച്ച് ഇനീഷ്യേറ്റീവ് പ്രവചിക്കുന്നത് ഈ മേഖലയിലെ കയറ്റുമതി 70% വരെ കുറയാം എന്നാണ്. തിരുപ്പൂരിലെ വസ്ത്ര ഫാക്ടറികളിൽ പ്രവർത്തിക്കുന്ന തയ്യൽ മെഷീനുകളുടെ എണ്ണം കുറയുന്നതായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നു. പുതിയ ഓർഡറുകൾ കുറഞ്ഞതിനാൽ ഫാബ്രിക് സാമ്പിളുകൾ പൊടിപിടിക്കുന്നു എന്നതാണ് പുതിയ വാർത്ത. $10 ബില്യൺ മൂല്യമുള്ള ജെംസൺ ജ്വല്ലറി കയറ്റുമതിയിൽ 40% അമേരിക്കയിലേക്കാണ്. 52.1% ഡ്യൂട്ടി വന്നതോടെ സൂറത്തിലെ ഡയമണ്ട് കട്ടിംഗ് ആൻഡ് പോളിഷിംഗ് ഹബ്ബുകൾ പ്രതിസന്ധിയെ നേരിട്ട് തുടങ്ങിയിരിക്കുന്നു. സൂറത്തിൽ 300 തൊഴിലാളികൾ ഉണ്ടായിരുന്ന ഒരു യൂണിറ്റിൽ ഇപ്പോൾ 70 പേർ മാത്രമാണ് ജോലി ചെയ്യുന്നത്. അത്രയും കുറഞ്ഞിരിക്കുന്നു ഓർഡറുകൾ. പ്രതിമാസം 2000 ഡയമണ്ടുകൾ പോളിഷ് ചെയ്തിരുന്നത് 300ലേക്ക് കുറഞ്ഞു. 1,75,000 തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നാണ് ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ പറയുന്നത്. 3 മുതൽ 4% വരെ മാർജിനിൽ പ്രവർത്തിക്കുന്ന ഈ വ്യവസായത്തിന് 50% തീരുവ ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. ഇത് ഇസ്രയേൽ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് ഓർഡറുകൾ മാറ്റാൻ അമേരിക്കൻ കച്ചവടക്കാരെ പ്രേരിപ്പിക്കും. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ കൊഞ്ച് കയറ്റുമതി രാജ്യമാണ്. $2.5 ബില്യൺ മൂല്യമുള്ള ഷ്രിംപ് അമേരിക്കയിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുന്നു. 60% വരെ ഡ്യൂട്ടി ഏർപ്പെടുത്തിയതോടെ വിശാഖപട്ടണത്തെ അക്വാകൾച്ചർ ഹബ്ബുകൾ ഗുരുതരമായ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. ക്രിസ്മസ്, ന്യൂ ഇയർ സീസണിൽ വലിയ തോതിൽ ഓർഡറുകൾ കുറയാനുള്ള സാധ്യതയുണ്ടെന്ന് മുൻകൂട്ടി കണക്കാക്കപ്പെടുന്നു. കൊഞ്ച് കർഷകർ മറ്റുൽപ്പന്നങ്ങളിലേക്ക് മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും തൊഴിൽ നഷ്ടം എന്നത് ഒഴിവാക്കാൻ കഴിയാത്ത പ്രതിസന്ധിയായിരിക്കും. ചെറുകിട കർഷകർക്കും തൊഴിലാളികൾക്കും ഈ മേഖലയിൽ വലിയ തിരിച്ചടിയാണ് ഉണ്ടാവുന്നത്. കേരളത്തിലും ഇതിൻ്റെ വലിയ പ്രത്യാഘാതങ്ങൾ നാം കാണുന്നു. കേരളത്തിൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങളുടെ 2ാമത്തെ വലിയ ഇറക്കുമതിക്കാരാണ് അമേരിക്ക. കേരളം ഇന്ത്യയുടെ കശുവണ്ടി കയറ്റുമതിയിൽ 60% പങ്കുവഹിക്കുന്നുണ്ട്. $240 മില്യൺ മൂല്യമുള്ള ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്കാണ്. 50% തീരുവ വന്നതോടെ വിയറ്റ്നാമിൻ്റെ 20% തീരുവയുമായി താരതമ്യം ചെയ്യുമ്പോൾ നാം വലിയ തിരിച്ചടി വിപണിയിൽ നേരിടാൻ പോവുകയാണ്. ഇങ്ങനെ പോയാൽ കേരളത്തിൻ്റെ കശുവണ്ടി വിപണി 50 മുതൽ 60% വരെ കുറയാം. ചായയും കാപ്പിയും 20 മുതൽ 30% കയറ്റുമതി അമേരിക്കയിലേക്കാണ്. വിലവർധനവ് കാരണം കേരളത്തിൻ്റെ ഉൽപ്പന്നങ്ങളുടെ ഡിമാൻഡ് അവിടെ കുറയുന്നു. ഇത് നമ്മുടെ ആഭ്യന്തര വിലയെയും തൊഴിൽ സാധ്യതകളെയും എല്ലാം ബാധിക്കുകയാണ്. തെക്കൻ കേരളത്തിലെ കശുവണ്ടി പ്രോസസ്സിംഗ് യൂണിറ്റുകളിൽ 1 ലക്ഷത്തോളം തൊഴിലാളികൾ, പ്രധാനമായും സ്ത്രീകളുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത കാണുകയാണ് ഇപ്പോൾ. കൊല്ലത്തെ ഒരു കശുവണ്ടി എക്സ്പോർട്ടർ 2025 ഓഗസ്റ്റിന് ശേഷം US ഓർഡറുകൾ 70% കുറഞ്ഞതായി വെളിപ്പെടുത്തുന്നുണ്ട്. 200 തൊഴിലാളികൾ ഉണ്ടായിരുന്നതിൽ 50 പേരെ ഒഴിവാക്കാൻ നിർബന്ധിതരാകുന്നുവെന്ന്. കേരളം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സമുദ്രോൽപ്പന്ന പ്രോസസ്സിംഗ് യൂണിറ്റുകളുള്ള സംസ്ഥാനമാണ്. 2023-24 7,200 കോടി രൂപ മൂല്യമുള്ള കയറ്റുമതിയാണ് നാം നടത്തിയത്. ഇതിൽ 27% അമേരിക്കയിലേക്കാണ്. 10 ലക്ഷത്തോളം ആളുകൾ, അതായത് മത്സ്യത്തൊഴിലാളികൾ, പ്രോസസ്സിംഗ് തൊഴിലാളികൾ, ഗതാഗത ജീവനക്കാർ ഈ മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്നുണ്ട്. ഓർഡറുകൾ കുറയുന്നത് ജോലി നഷ്ടത്തിനും വരുമാനക്കുറവിനും കാരണമാകും. കേരളത്തിൻ്റെ കുരുമുളക്, ഏലം, മഞ്ഞൾ, ജാതിക്ക, ജിഞ്ചർ എണ്ണ, മിൻറ്റ് ഓയിൽ, ക്ലോവ് എക്സ്ട്രാക്റ്റ് തുടങ്ങിയവയുടെ 30% അമേരിക്കയിലേക്കാണ്. 50% തീരുവ കാരണം ഈ ഉൽപ്പന്നങ്ങൾ വലിയ മത്സരക്ഷമതാ പ്രശ്നത്തെ നേരിടുകയാണ്. വിയറ്റ്നാം, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലേക്ക് വിപണി മാറാൻ അമേരിക്കൻ കച്ചവടക്കാർ, ഇമ്പോർട്ടേഴ്സ് നിർബന്ധിതരാകും. ഇടുക്കി, വയനാട് തുടങ്ങിയ സുഗന്ധവ്യഞ്ജന കൃഷി കേന്ദ്രങ്ങളിൽ 5 ലക്ഷത്തോളം കർഷകരെ, തൊഴിലാളികളെ ഇത് ബാധിച്ചേക്കാം എന്നതാണ് ഭീതി. സുഗന്ധവ്യഞ്ജന എണ്ണ എക്സ്പോർട്ടർമാർ ഓർഡറുകൾ നഷ്ടപ്പെടുന്നതിനാൽ പ്രോസസ്സിംഗ് യൂണിറ്റുകൾ അടച്ചുപൂട്ടേണ്ട നിർബന്ധിതാവസ്ഥയിലേക്ക് എത്താം. കേരളത്തിൻ്റെ ടെക്സ്റ്റൈൽ, കയർ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് കാര്യമായി കയറ്റി അയക്കുന്നുണ്ട്. 100 മില്യൻ്റെ കച്ചവടമാണ് ഈ മേഖലയിൽ മാത്രം നടക്കുന്നത്. 50% തീരുവ കയർ ഉൽപ്പന്നങ്ങളെ അമേരിക്കയിൽ വിലയേറിയതാക്കാം. ഇത് മറ്റ് രാജ്യങ്ങളിലേക്ക് മാറാൻ
അമേരിക്കൻ ഇമ്പോർട്ടേഴ്സിനെ പ്രേരിപ്പിക്കും. കേരളത്തിൻ്റെ 53,000 കോടി ഡോളർ മൂല്യമുള്ള അമേരിക്കൻ കയറ്റുമതിയിൽ 50 മുതൽ 70% വരെ കുറവ് ഉണ്ടായേക്കാം എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇത് സംസ്ഥാനത്തിൻ്റെ GSDPയിൽ 0.5 മുതൽ 1% വരെ ആഘാതം ഉണ്ടാക്കാം എന്നതാണ് കണക്കുകൂട്ടൽ. ഇന്ത്യയിലെ ലെതർ ഫുട്വെയർ കയറ്റുമതിക്കാരും പുതിയ തീരുവയുടെ കെടുതി അനുഭവിക്കുന്നുണ്ട്. ഇന്ത്യൻ ലെതർ ജാക്കറ്റുകൾ, ഷൂസ്, ബെൽറ്റുകൾ ഇവ അമേരിക്കൻ മാർക്കറ്റിൽ വിലയേറി കഴിഞ്ഞിരിക്കുന്നു. ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് തൊഴിലാളികളെ പിരിച്ചുവിടേണ്ടി വരുന്നു. പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ട സാഹചര്യവും ഉണ്ടാകാം. 3 ബില്യൺ മൂല്യമുള്ള ഓർഗാനിക് കെമിക്കൽസ് കയറ്റുമതിയെയും 50% തീരുവ ബാധിച്ചു കഴിഞ്ഞു. ജപ്പാൻ, ദക്ഷിണ കൊറിയ എന്നിവയുമായുള്ള മത്സരത്തിൽ നാം അതിവേഗം പിന്നിലേക്ക് പോകാൻ പോവുകയാണ്. നാവിൻ ഫ്ലൂറിൻ, PI ഇൻഡസ്ട്രീസ്, SRF തുടങ്ങിയ കമ്പനികൾ ഓർഡറുകൾ കുറയുന്നതിനാൽ തൊഴിലാളികളെ ഒഴിവാക്കുന്നതിലേക്ക് കടന്നു കഴിഞ്ഞു. $6.6 ബില്യൺ മൂല്യമുള്ള ഓട്ടോ പാർട്സ് കയറ്റുമതിയെയും അമേരിക്കൻ തീരുമാനം ബാധിക്കും. ടാറ്റ മോട്ടോഴ്സ്, അവരുടെ ജാഗ്വർ ലാൻഡ് റോവർ, സോന LBW തുടങ്ങിയ കമ്പനികൾക്ക് 33 മുതൽ 45% വരെ അമേരിക്കൻ വരുമാനം നഷ്ടപ്പെടുന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ മേഖലയിലെയും MSMEകൾക്ക് ഓർഡറുകൾ കുറയുന്നത് തൊഴിലാളികളുടെ ജോലി സുരക്ഷയെ ബാധിക്കും. HSBCയുടെ മുഖ്യ സാമ്പത്തിക വിദഗ്ധൻ പ്രജ്വൽ ഭണ്ഡാരി ഈ തീരുവ ഇങ്ങനെ ഒരു വർഷം തുടർന്നാൽ ഇന്ത്യയുടെ GDP 0.7% വരെ കുറയാമെന്ന് അഭിപ്രായപ്പെടുന്നു. മറ്റു ചില ഏജൻസികൾ 1% വരെ കുറവാണ് പ്രവചിക്കുന്നത്. GDPയിൽ 86.5 ബില്യൺ ഡോളർ കയറ്റുമതിയിൽ പാതിയിലധികവും തീരുവ ബാധിച്ച് ശ്വാസം വലിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു. ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിൽ മോദി സർക്കാർ എത്ര മുന്നോട്ട് പോയിട്ടുണ്ട്? താഴെത്തട്ടിലെ തൊഴിലാളികളും സംരംഭകരും നേരിടുന്ന പ്രശ്നത്തിന് ഒരു പരിഹാരം മുന്നോട്ട് വയ്ക്കാൻ മോദിക്ക് കഴിയുന്നുണ്ടോ? അമേരിക്കയുടെ അതിക്രിയകളെ നേരത്തെ പ്രതീക്ഷിക്കാൻ പകരം വിപണികളെ ഒരുക്കി നിർത്താനും കഴിയാത്ത ഒരു ഭരണകൂടത്തിൻ്റെ പിടിപ്പുകേടല്ലേ നാം ഇപ്പോൾ കാണുന്നത്? നോക്കൂ, നോട്ട് നിരോധനത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ ദുരന്തത്തെയാണ് ഇന്ത്യയിലെ ചെറുകിട സംരംഭകർ ഇപ്പോൾ അനുഭവിക്കാൻ പോകുന്നത്. അതെങ്ങനെ പരിഹരിക്കുമെന്നതിൽ സർക്കാരിന് ഒരു പ്ലാനും പദ്ധതിയുമില്ല. നോട്ട് നിരോധന കാലത്തും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്കേറ്റ പരിക്ക് പരിഹരിക്കാൻ സർക്കാരിൻ്റെ കയ്യിൽ ഒരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല എന്ന് നമുക്കറിയാം. ആ മഹാദുരന്തത്തിൽ നിന്ന് കരകയറാൻ നമ്മുടെ രാജ്യം എത്ര വർഷങ്ങൾ എടുത്തുവെന്ന് അറിയാമല്ലോ. ഇന്ത്യയിലെ സംരംഭകരും തൊഴിലാളികളും നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടുന്നതിലെ ലാഭവിഹിതം ഉപയോഗിക്കുമോ എന്ന് ചോദിച്ചത് മുൻ RBI ഗവർണർ രഘുറാം രാജനാണ്. ഒറ്റ കേൾവിയിൽ ന്യായമായൊരു ചോദ്യമാണ് എന്ന് തോന്നും. പക്ഷേ അതിലൊരു റിസ്ക് എലമെൻ്റ് ഉണ്ട്. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നതിൻ്റെ പ്രധാന ഗുണഭോക്താവ് നമ്മുടെ സർക്കാരാണോ? അതുവഴി നാം ജനമാണോ? അല്ലല്ലോ. പിന്നെ ആരാണ്? റഷ്യ-യുക്രൈൻ യുദ്ധത്തിൻ്റെ തുടക്കത്തിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യൻ എണ്ണയ്ക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെയാണ് റഷ്യ കുറഞ്ഞ വിലയിൽ എണ്ണ വിൽക്കാൻ നിർബന്ധിതമായത്. 2022 ഇന്ത്യ റഷ്യൻ ക്രൂഡിൻ്റെ പ്രധാന ഇറക്കുമതിക്കാരിൽ ഒരാളായി മാറി. കഴിഞ്ഞ 2 വർഷങ്ങളിൽ 25% മുതൽ 50% വരെ വിലക്കിഴിവോടെ ഇന്ത്യ അവിടെ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. 2024-25 ഈ വിലക്കിഴിവിൽ ചെറിയ മാറ്റമൊക്കെ ഉണ്ടായെങ്കിലും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയിൽ റഷ്യൻ എണ്ണയുടെ പങ്ക് വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഇതെല്ലാം ആരുടെ കീശയിലെ നേട്ടമായാണ് പരിണമിച്ചത്? റഷ്യൻ എണ്ണയുടെ വിലക്കുറവ് സ്വകാര്യ റിഫൈനറികളായ റിലയൻസ് ഇൻഡസ്ട്രീസിനും നയാര എനർജിക്കുമാണ് വലിയ ലാഭം നേടിക്കൊടുത്തത്. ഈ കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് ഉയർന്ന വിലയ്ക്ക് ആഗോള വിപണിയിൽ വിൽക്കുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ റിഫൈനറിയായ റിലയൻസ് ജാംനഗറിലെ ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനിങ് കോംപ്ലക്സിൽ എണ്ണ ശുദ്ധീകരിച്ച് കൊടിയ ലാഭത്തിന് വിദേശ രാജ്യങ്ങൾക്ക് വിൽക്കുന്നു. റഷ്യൻ എണ്ണയുടെ വിലക്കിഴിവ് ഉപയോഗിച്ച് കമ്പനി 2022 മുതൽ വലിയ ലാഭം നേടിയതിൻ്റെ കണക്കുകൾ ഇപ്പോൾ പുറത്തുണ്ട്. റഷ്യൻ എണ്ണയുടെ വിലക്കുറവ് രാജ്യത്തെ ഉപഭോക്താക്കളിലേക്ക്, പ്രത്യേകിച്ച് പെട്രോൾ ഡീസൽ വിലകളിൽ പ്രതിഫലിക്കുന്നതേയില്ല. കേരളത്തിൽ പെട്രോളിൻ്റെ ഏകദേശ വില 106 രൂപയും ഡീസലിൻ്റെ വില 95 രൂപയുമാണ്. ആഗോള ക്രൂഡ് ഓയിൽ വില 15 മാസത്തെ താഴ്ന്ന നിലയിലെത്തിയിട്ടും ഇന്ത്യയിൽ നാട്ടുകാർക്കുള്ള ഇന്ധനവില സ്ഥിരമായി തുടരുന്നു. പൊതുമേഖലാ കമ്പനികളായ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം എന്നിവ വില കുറയ്ക്കാൻ മടിക്കുകയാണ്. റഷ്യൻ എണ്ണയുടെ വിലക്കുറവ് പ്രയോജനപ്പെടുത്തുന്നത് പ്രധാനമായും സ്വകാര്യ റിഫൈനറികളാണ്. ഇത് ജനങ്ങൾക്ക് ഇന്ധനവിലയിൽ ഒരാശ്വാസവും നൽകുന്നില്ല.
2022 റഷ്യൻ എണ്ണ ഇറക്കുമതി വഴി ഇന്ത്യ 39 മാസത്തിനകം $12.6 ബില്യൺ ലാഭിച്ചു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ ഈ ലാഭം സാധാരണ ജനങ്ങൾക്ക് അനുഭവവേദ്യമായിട്ടില്ല. കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് ആഗോള വിപണിയിൽ മറിച്ചു വിൽക്കുന്നതിലൂടെ ഇന്ത്യ വൻ ലാഭം നേടുന്നുണ്ടെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് ആരോപിച്ചത് കഴിഞ്ഞയാഴ്ചയാണ്. ബെസന്റിൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യയിലെ ചില സമ്പന്ന കുടുംബങ്ങൾ ഈ വ്യാപാരത്തിലൂടെ $16 ബില്യൺ അധിക ലാഭം വാരിക്കൂട്ടിക്കഴിഞ്ഞു. ഇന്ത്യ ലാഭം നേടുന്നതിൽ തെറ്റൊന്നുമില്ല, അതിൻ്റെ ഗുണഫലം നാട്ടുകാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് അതല്ലല്ലോ. 3 വർഷം കൊണ്ട് റിലയൻസ് മാത്രം 50,000 കോടി ലാഭമുണ്ടാക്കിയതാണ് ആകെയുള്ള മിച്ചം. വീണ്ടും അമേരിക്കൻ തീരുവയിലേക്ക് വന്നാൽ അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത മോദി ഭരണകൂടം ചൈനയെ ഒപ്പം ചേർത്ത് പുതിയൊരു ബദലിന് ശ്രമിക്കുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ബീജിംഗിലെത്തിയ മോദി ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും അതിൻ്റെ സാധ്യതകളെക്കുറിച്ചും സംസാരിക്കുന്നു. അമേരിക്കയ്ക്ക് പുതിയ ബദൽ ക്രമം മുന്നോട്ട് വയ്ക്കുന്ന മോദിയുടെ കഴിവിനെ ഭക്തർ പാടിപ്പുകഴ്ത്തുന്നു. ഇന്നലെ വരെ ചൈനയെ ഭാരതത്തിൻ്റെ ശത്രുവായി പ്രഖ്യാപിച്ചിരുന്നവർ ഗാൽവാൻ അതിർത്തിയിലെ ആക്രമണത്തിനും കൊലപാതകത്തിനും ചൈനയ്ക്ക് മാപ്പില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നവർ ഇന്ന് ഇന്ത്യ ചൈന ബന്ധത്തിൻ്റെ പ്രഘോഷകരാകുന്നു. എന്നാൽ ഇന്ത്യ ഇന്ന് നേരിടുന്ന വ്യാപാര പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ചൈനയ്ക്ക് കഴിയുമോ? ഇല്ല. എന്നു മാത്രവുമല്ല, ഇന്ത്യയുമായി ഒരു സഹകരണം എന്നതിനപ്പുറം ഒരു പങ്കാളി എന്ന നില ചൈന ആഗ്രഹിക്കുന്നുമില്ല. അതിന് പലതരം കാരണങ്ങളുണ്ട്. ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുത്തുന്നത് ഒരു നാടകീയ പ്രകടനമായിട്ടാണ് പലരും വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ആവശ്യകതയാൽ അല്ലെങ്കിൽ പരസ്പര വിശ്വാസത്താൽ ബന്ധിതമായ ഒന്നല്ല. പകരം അതിപ്പോഴത്തെ ആഗോള സാഹചര്യങ്ങളോടുള്ള ഒരു നാടകീയമായ പ്രകടനം മാത്രമാണ്. അതിർത്തി തർക്കങ്ങൾ, പ്രത്യേകിച്ച് ലഡാക്കിലെ പ്രശ്നങ്ങൾ പൂർണ്ണമായും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇത് ഇന്ത്യ ചൈന സഹകരണത്തിൻ്റെ ദീർഘകാല സ്ഥിരതയെ ചോദ്യം ചെയ്തേക്കാം. ചൈന ലോകത്തിലെ 2ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാണ്. 2025 കണക്കനുസരിച്ച് 18.3 ട്രില്യൺ GDP ഉള്ള രാജ്യം. ചൈനയുടെ വ്യാപാരം അമേരിക്ക, യൂറോപ്യൻ യൂണിയൻ, ജപ്പാൻ, ആസിയാൻ രാജ്യങ്ങൾ തുടങ്ങിയ വലിയ വിപണികളുമായിട്ടാണ് പ്രധാനമായും ബന്ധപ്പെട്ടിരിക്കുന്നത്. 2024 ചൈനയുടെ ആകെ കയറ്റുമതി $3.4 ട്രില്യൺ. ഇതിൽ ഇന്ത്യയുടെ പങ്ക് വെറും 2.1% മാത്രമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിലേക്കുള്ളത്. ഇന്ത്യയിലേക്കുള്ള ചൈനയുടെ കയറ്റുമതി $118 ബില്യൺ ആണെങ്കിലും ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി വെറും $19.3 ബില്യൺ മാത്രമാണ്. എന്ന് വെച്ചാൽ $99.2 ബില്യൺ വ്യാപാര കമ്മി വ്യത്യാസം. ഇത് കാണിക്കുന്നത് ചൈനയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾ ഇന്ത്യയെ ആശ്രയിക്കുന്നില്ല എന്നാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ദീർഘകാല അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ലഡാക്കിലെ ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോളുമായി ബന്ധപ്പെട്ട്. 2020 ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈനീസ് നിക്ഷേപങ്ങളും ആപ്പുകളും നിയന്ത്രിക്കുകയും ആത്മനിർഭർ ഭാരത് പോലെയുള്ള സ്വയം പര്യാപ്തതാ പരിപാടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇന്ത്യയുടെ ഈ നിലപാട് ചൈനയ്ക്ക് ഇന്ത്യയെ ഒരു വിശ്വസനീയ പങ്കാളിയായി കാണാൻ പ്രയാസമുണ്ടാക്കുന്നതാണെന്ന് അവിടുത്തെ നിരീക്ഷകർ പറയുന്നു, പത്രങ്ങൾ പറയുന്നു. കൂടാതെ ഇന്ത്യ US, ജപ്പാൻ, ഓസ്ട്രേലിയ എന്നിവയുമായുള്ള, അതായത് ക്വാഡ് പോലെയുള്ള സഖ്യങ്ങളിൽ സജീവമാണ്. ഇത് ചൈനയുടെ ആഗോള സ്വാധീനത്തെ ചെറുക്കാൻ ലക്ഷ്യമിടുന്നതാണെന്ന് ചൈനയ്ക്കറിയാം. അപ്പോൾ ചൈന ഇന്ത്യയെ ഒരു മത്സരാർത്ഥിയായി തന്നെയാണ് കാണുന്നത്, പ്രത്യേകിച്ച് ഇന്തോ പസഫിക് മേഖലയിൽ. ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയം പര്യാപ്തതാ നയവും അമേരിക്കയുമായുള്ള അടുപ്പവും ചൈനയെ ഇന്ത്യയെ ഒരു അനിവാര്യ പങ്കാളിയായി കാണുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദീർഘകാല രൂപത്തിലുള്ള പങ്കാളിത്ത ബന്ധം സാധ്യമാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. ചൈനയ്ക്ക് ആസിയാൻ, യൂറോപ്യൻ യൂണിയൻ, റഷ്യ, ആഫ്രിക്കൻ രാജ്യങ്ങൾ എന്നിവയുമായി ശക്തമായ വ്യാപാര ബന്ധങ്ങളുണ്ട്. 2024 ആസിയാൻ രാജ്യങ്ങളുമായുള്ള ചൈനയുടെ വ്യാപാരം $911 ബില്യൺ ആയിരുന്നു. ഇത് ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൻ്റെ 8 ഇരട്ടിയാണ്. റഷ്യയുമായുള്ള ചൈനയുടെ എണ്ണ, ഗ്യാസ് വ്യാപാരം 2025 $240 ബില്യൺ ആയി. ഇത് ഇന്ത്യയുമായുള്ള എണ്ണ വ്യാപാരത്തെ മറികടന്നു പോകുന്നതാണ്. ചൈനയുടെ ചൈന +1 തന്ത്രം വിയറ്റ്നാം, ഇന്തോനേഷ്യ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിർമ്മാണ കേന്ദ്രങ്ങളെ വ്യാപിപ്പിക്കുന്നു. ഈ രാജ്യങ്ങൾ ഇന്ത്യയേക്കാൾ കുറഞ്ഞ ചെലവിൽ നിർമ്മാണം നടത്താനും വിപണി പ്രവേശനം നൽകാനും കഴിയുന്നതിനാൽ ചൈനയ്ക്ക് ഇന്ത്യയെ ഒരു പ്രധാന പങ്കാളിയായി ആവശ്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 2025 $4.1 ട്രില്യൺ ആണെങ്കിലും ചൈനയുടെ സമ്പദ് വ്യവസ്ഥയുടെ 1/4 മാത്രമാണ് ഇത്. ഇന്ത്യയുടെ ആഭ്യന്തര വിപണി വലുതാണെങ്കിലും
ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയിൽ ആവശ്യകതയുണ്ടെങ്കിലും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ചൈനയിൽ സമാനമായ മത്സരക്ഷമത കാണിക്കുന്നതേയില്ല. ഇന്ത്യയുടെ കയറ്റുമതി, പ്രത്യേകിച്ച് ടെക്സ്റ്റൈൽ, രത്നങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ എന്നിവ അമേരിക്ക, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ചൈനയുടെ വിപണിയിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് പ്രവേശനം വർദ്ധിപ്പിക്കാൻ ശ്രമം നടക്കുന്നുണ്ടെങ്കിലും ചൈനയുടെ ഉയർന്ന നികുതികളും നോൺ ടാരിഫ് തടസ്സങ്ങളും ഇന്ത്യൻ കയറ്റുമതിയെ പരിമിതപ്പെടുത്തുകയാണ്. അതിനാൽ ചൈനയ്ക്ക് ഇന്ത്യയെ ഒരു പ്രധാന വ്യാപാര പങ്കാളിയായി ആവശ്യമില്ല. ചൈനയുടെ ആഗോള തന്ത്രം ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളിൽ സ്വാധീനം വർദ്ധിപ്പിക്കുക, അതിൻ്റെ ലീഡറാവുക എന്നതാണ്. പ്രത്യേകിച്ച് ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക, മധ്യേഷ്യ എന്നിവിടങ്ങളിൽ. ഈ മേഖലകളിൽ ചൈനയുടെ നിക്ഷേപങ്ങൾ ഇന്ത്യയെ ഒരു പങ്കാളിയായി ആവശ്യമില്ലാതാക്കുന്നു എന്നത് കാണുക. കൂടാതെ ചൈനയുടെ നോ ലിമിറ്റ് പങ്കാളിത്തം, റഷ്യയുമായും പാകിസ്ഥാനുമായുള്ള ഓൾ വെതർ സൗഹൃദവും ഇന്ത്യയെ ഒരു തന്ത്രപ്രധാന പങ്കാളിയായി കാണേണ്ട ആവശ്യം കുറയ്ക്കുകയാണ്. അതിനാൽ തന്നെ ഇപ്പോഴത്തെ ഈ ബീജിംഗ് ദൃശ്യങ്ങൾ പുതിയൊരു ലോകക്രമത്തിന് വഴി തുറക്കുന്നതാണ് എന്നു കാണുക വയ്യ. ഇന്ത്യ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന പ്രധാന സാധനങ്ങൾ ഉയർന്ന മൂല്യമുള്ള ഉൽപ്പന്നങ്ങളാണ്. ഔഷധങ്ങൾ, രത്നങ്ങളും ആഭരണങ്ങളും, എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക് ഗുഡ്സ്, ടെക്സ്റ്റൈൽസ്, വസ്ത്രങ്ങൾ, പ്ലാസ്റ്റിക്, റബ്ബർ ഉൽപ്പന്നങ്ങൾ ഇവയാണ് പ്രധാനമായും നമ്മൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത്. ചൈന ലോകത്തിലെ ഏറ്റവും വലിയ നിർമ്മാണ ഹബ്ബാണ്. അതിനാൽ ഇന്ത്യയുടെ അമേരിക്കൻ കയറ്റുമതികളായ ഔഷധങ്ങൾ, രത്നങ്ങൾ, ടെക്സ്റ്റൈൽസ്, ഇലക്ട്രോണിക്സ് ഇവയ്ക്കൊന്നും ചൈനയിൽ ഒരു ഡിമാൻഡുമില്ല. ചൈനയ്ക്ക് ശക്തമായ ഔഷധ വ്യവസായമുണ്ട്. ജനറിക് മരുന്നുകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നു. രത്നങ്ങൾ, ആഭരണങ്ങൾ എന്നിവയിൽ ചൈന ലോകത്തിലെ പ്രധാന ഉൽപ്പാദകരിലൊന്നാണ്. എന്നാൽ അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയാണ്, ഉയർന്ന ഡിമാൻഡുള്ള വിപണിയാണ്. ഇന്ത്യയുടെ കയറ്റുമതികൾ അമേരിക്കയ്ക്ക് ആവശ്യമുണ്ട്. അമേരിക്ക ജനറിക് മരുന്നുകളുടെ വലിയ ഉപഭോക്താവാണ്. ഇന്ത്യയുടെ കുറഞ്ഞ ചെലവിലുള്ള ഔഷധങ്ങൾ ആരോഗ്യ സംരക്ഷണ ചെലവ് കുറയ്ക്കാൻ അമേരിക്കയെ സഹായിക്കുന്നുണ്ട്. അമേരിക്കയിലെ ലക്ഷറി മാർക്കറ്റ് വലുതാണ്. ഇന്ത്യയുടെ ഡയമണ്ട് കട്ടിംഗ് പോളിഷ് വൈദഗ്ധ്യം അവർ പ്രയോജനപ്പെടുത്തുന്നു. അമേരിക്കയുടെ ടെലികോം സെക്ടറുകൾക്ക് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ ആവശ്യമാണ്. അമേരിക്കയിലെ അപ്പാരൽ മാർക്കറ്റ് വൈവിധ്യമാർന്നാണ്. ഇന്ത്യയുടെ ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾക്ക് അവിടെ ഡിമാൻഡുണ്ട്. ഇക്കാരണങ്ങളാലെല്ലാം തന്നെ അമേരിക്കൻ വിപണിയാണ് ചൈനയേക്കാൾ ഇന്ത്യക്ക് പ്രധാനം. ചൈനീസ് ബന്ധം കൊണ്ട് അമേരിക്കൻ വിപണിയിൽ നമുക്കുണ്ടായ പരിക്ക് പരിഹരിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. അമേരിക്ക മുന്നോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം ഏറ്റെടുത്ത് വിധേയപ്പെട്ട് ഇപ്പോഴത്തെ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യക്ക് കഴിയില്ല. അമേരിക്കയ്ക്ക് പകരമായ വിപണി സാധ്യതകളെ കണ്ടെത്താനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് പ്രധാനമായും ഇന്ത്യക്ക് ചെയ്യേണ്ടി വരിക. ഒപ്പം അമേരിക്കയെ പരമാവധി സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുവരാനും നമ്മുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനും കഴിയണം. ചൈനയെ നോക്കൂ. ചൈനയുമായും വലിയ താരിഫ് യുദ്ധം ട്രംപ് തുറന്നതാണ്. താരിഫ് 135% വരെ ഉയർത്തുന്നത് കണ്ടു. പക്ഷേ അവസാനം അത് 30% കുറയ്ക്കാൻ ട്രംപ് നിർബന്ധിതമായി. അതാണ് ലോകക്രമത്തിൽ ചൈനയുടെ പവർ. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയാണ് നാം. ഏറ്റവും വലിയ വിപണിയാണ് നമ്മൾ. ഏറ്റവും വലിയ സൈനിക നയതന്ത്ര ശക്തികളിലൊന്നാണ് നമ്മൾ. നാം അങ്ങനെ പരുങ്ങി ജീവിക്കേണ്ടവരല്ല. ഉറച്ച ഇടപെടലുകൾക്കുള്ള നമ്മുടെ ശക്തിയെ തിരിച്ചറിയാൻ കഴിയുന്ന നേതൃത്വം ഉണ്ടാവുകയാണ് പ്രധാനം. വിധേയത്വത്തിൻ്റെ ശബ്ദമുള്ള നേതൃത്വത്തിന് പൗരൻ്റെ ജീവിതാവശ്യങ്ങൾ നിവർത്തിക്കാനോ അന്തസ്സുയർത്തിപ്പിടിക്കാനോ കഴിയില്ല. അത് തിരിച്ചറിയുമോ മോദി ഭരണകൂടം എന്നാണ് ഉറ്റുനോക്കേണ്ടത്. നിലപാട് പൂർണ്ണമാകുന്നു. നന്ദി.